കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വിവിധ കന്നഡ സംഘടനകൾ ഇന്ന് യോഗം ചേരും. കർണാടക ബന്ദ് പ്രഖ്യാപിക്കാനാണ് സംഘടനകളുടെ നീക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാനുള്ള കാവേരി നദീജല റെഗുലേറ്ററി ബോർഡിന്റെ ഉത്തരവിനെതിരെ വലിയ പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടന്നിരുന്നു. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. കന്നഡ സംഘടനകൾ ഇന്ന് യോഗം ചേരുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ ശ്രീധരൻ? മോത്തി, ബംഗളൂരുവിലും മൈസൂരുവിലും ഇന്ന് പ്രതിഷേധത്തിന്റെ ദിനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കന്നഡ സംഘടനകൾ, കന്നഡ രക്ഷണ വേദിക ഉൾപ്പെടെ ഏറ്റവും മുൻകാലങ്ങളിൽ ഈ പ്രക്ഷോഭങ്ങളിൽ സജീവമായിട്ട് നിന്നിട്ടുള്ള സംഘടനകളെല്ലാം തന്നെ ഇന്ന് വിവിധ സംഘടനകളുടെ യോഗം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല, അതിന് സർക്കാർ തയ്യാറാവരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് കർണാടക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള തീരുമാനമുണ്ടായാൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഏതായാലും ഇന്ന് വാട്ടാൾ നാഗരാജന്റെ നേതൃത്വത്തിൽ, ഈ കന്നഡ രക്ഷാവേദികയുടെ അധ്യക്ഷനാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. കർണാടക ബന്ദ് പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. 15 ദിവസത്തേക്ക് 3500 ക്യൂസെക്സ് വെള്ളം വീതം വിട്ടു നൽകണമെന്നാണ് കാവേരി റെഗുലേറ്ററി ബോർഡിന്റെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നത്. അതിനെതിരെ പ്രത്യേകിച്ച് കർണാടകയിലെ കർഷകർ, ഓൾഡ് മൈസൂർ മേഖലയിലെ കർഷകർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയമാണ്, മഴയില്ലാത്തതിനാൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നീക്കം, ഉത്തരവ് ശരിയല്ല എന്നാണ് ഇവരുടെ നിലപാട്. അതോടൊപ്പം തന്നെ ഈ വിഷയം രാഷ്ട്രീയമായും മാറിക്കഴിഞ്ഞു. BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് സമീപത്ത് വലിയ പ്രതിഷേധം BS യെദ്യൂരപ്പ, വിജേന്ദ്ര യെദ്യൂരപ്പ, R അശോക ഉൾപ്പെടെ സംസ്ഥാനത്തെ തലമുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന വമ്പിച്ച പ്രതിഷേധത്തിനു കൂടി ഇന്ന് ഉണ്ടാകും. അത് രാവിലെ 11:30 കൂടിയാണ് ആ പ്രതിഷേധം ഉണ്ടാവുക. ഏതായാലും കർണാടകയിൽ ഇതൊരു വലിയ പ്രക്ഷോഭമാകുന്നു. ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കർണാടകയിൽ എത്തുന്നുണ്ട്. ബംഗളൂരുവിൽ DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് കാവേരി നദീജല തർക്കമാണ് പ്രധാന അജണ്ട ചർച്ചയുടെ. ഏതായാലും അതിന് മുന്നോടിയായി ഈ പ്രശ്നം കൂടുതൽ വഷളാകുന്നത് ഏതായാലും ഈ ചർച്ചയുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയ്ക്കെതിരെ ഇന്നലെ കർണാടകയിൽ ഉടനീളം വലിയ പ്രതിഷേധമൊക്കെ നടക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാവേരി ബേസിനിൽ, കാവേരിയുടെ വൃഷ്ടിപ്രദേശത്തെല്ലാം ഒരു ആകാശ നിരീക്ഷണം നടത്താമെന്നുള്ളൊരു നിർദ്ദേശം കർണാടക മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിനോട് അനുകൂലമായിട്ടുള്ള സമീപനമല്ല തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിജയ് വന്ന്, ചീഫ് സെക്രട്ടറിയുമായോടൊപ്പം വന്ന് ഈ നദീജല തർക്കം സംബന്ധിച്ച ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാകുമോ എന്ന് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ കർണാടകയിലെ മേക്കേദാട്ടിൽ കാവേരിയിൽ കർണാടക നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അണക്കെട്ട് സംബന്ധിച്ച ആശങ്കകൾ അറിയിക്കും, അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടും. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഈ ചർച്ചയിൽ ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം കർണാടകയിൽ ഉടനീളം വരുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടാവുന്നത് വലിയ ഒച്ചപ്പാടും ബഹളവും തന്നെ ഈ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നു. 2 സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. വിവരങ്ങൾ നൽകിയ ശ്രീധരന് നല്ല ദിവസം ആശംസിക്കുന്നു.